നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മുടെ മനസ്സിലിട്ട് പല ആവർത്തി നമ്മൾ വായിച്ച് മനഃപ്പാഠമാക്കി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണിത്. ഏതാണ്ട് 85ഓളവും ഡയറക്റ്റ് മോഡലുകളും പ്രിപ്പറേറ്ററി മോഡലുകളായിട്ട് വേറെ ഒരു 20-25 മോഡലുകൾ, ഇ ലേണിംഗ് ആപ്പിലുള്ള മോഡലുകൾ, ഒരു ലക്ഷക്കണക്കിന് ചോദ്യങ്ങളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോയിരിക്കുന്നത്. അപ്പം കൃത്യമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതാദ്യം അവനവൻ വിശ്വസിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് അവനവനൊന്ന് പാകപ്പെടുത്തുക. ഇനി രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലോ ഇനി ഉപദേശങ്ങളുടെ സമയമല്ല, അല്ലേ? അവരെ നമ്മൾ ഏറ്റവും കരുതലോടുകൂടി ചേർത്ത് വെക്കേണ്ട സമയമാണ്. ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏറ്റവും ഡിഫിക്കൽട്ടി ആണെങ്കിലും അസേർഷൻ റീസൺ ആണെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും 4 മാർക്കാണ്. ടൈമിനെക്കുറിച്ചും പരീക്ഷയെക്കുറിച്ചും നീറ്റാണെന്നുള്ളതും എക്സാം ഹാളിനെ കുറിച്ചും ഒക്കെ നല്ല ബോധത്തോടു കൂടി വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. OMR എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്തെ 180 ഉത്തരങ്ങൾ ബബിൾ ചെയ്യുന്നത് മാത്രമാണ് നമ്മുടെ നീറ്റിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 92ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ. നമസ്തേ ശിവൻ സാർ, നമ്മുടെ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം, എണ്ണി പറയുകയാണെങ്കിൽ കൃത്യം 13 ദിവസങ്ങൾ മാത്രമേ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു സമയത്തോടനുബന്ധിച്ച് കുട്ടികളൊക്കെ ഒരുപാട് ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് ഇങ്ങനെ തീർച്ചയായും. കാരണം അവരുടെ എത്രയോ വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. അവരുടെ പേരൻസിൻ്റെ എത്രത്തോളം കണ്ണിൽ എണ്ണ ഒഴിച്ച് ഉറക്കമുളച്ചിരുന്നുള്ള ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ഡോക്ടർ എന്നൊക്കെ ഉള്ളതിനപ്പുറത്ത് ആ കുട്ടികളുടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് അവരത് നോക്കിക്കാണുകയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഏതാണ്ട് പര്യവസാനത്തിലേക്ക് എത്തുകയാണ്. അവരുടെ സ്വപ്നത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അത് ആകാംക്ഷയോടെയാണ് നമ്മളും പേരൻസും എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ സാർ, ഈ ഒരു തുടർച്ചയായിട്ടുള്ള ദിവസങ്ങൾ ഇനി അങ്ങോട്ടൊരു 13 ദിവസമുണ്ട്. ഈ ഒരു 13 ദിവസം അവർ സമയത്തെ ക്രമീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും. വളരെ കരുതലോടുകൂടി നീറ്റ് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കരുതി വെക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് പേരൻസിൻ്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് അത് വലിയൊരു പ്രാധാന്യം അർഹിക്കുന്നു. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലത്തിൽ ഏറ്റവും അധികം വേണ്ടത് പേരൻസിൻ്റെ ഒരു സപ്പോർട്ടാണ് വേണ്ടത്. കാരണം നമ്മളെ കുട്ടികളെല്ലാം തന്നെ പേരൻസിൻ്റെ അടുത്തോട്ട് തിരികെ എത്തിയിട്ടുണ്ട്. ഇപ്പം റിപ്പീറ്റ് ചെയ്ത കുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്നെല്ലാം പേരൻസിൻ്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. റെസിഡൻഷ്യൽ ബാച്ചിൻ്റെ കുട്ടികളെല്ലാം പേരൻസിൻ്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനി നിങ്ങളുടെ തണലിലേക്ക് തന്നെ അവരെത്തിയിരിക്കുകയാണ്. അത് അങ്ങനെയാണ് വേണ്ടതും. കാരണം പേരൻസിൻ്റെ തണലിൽ നിന്ന് ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി ആഹാരം കഴിച്ച് ഏറ്റവും നല്ല റെസ്റ്റ് എടുത്ത് മെയ് 5-ാം തീയതിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുക തന്നെയാണ് ചെയ്യേണ്ടത്. എല്ലാ വർഷവും അങ്ങനെയാണ് കുട്ടികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയ് 5-ലേക്കുള്ള നമ്മളുടെ ദൂരം കുറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ്. കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ 10 മണിക്കൂർ എന്നുള്ളത് 15 മണിക്കൂറോ 16 മണിക്കൂറോ പഠിക്കുകയോ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ എന്നുള്ളത് 10 ക്വസ്റ്റ്യൻ പഠിക്കുകയോ അതൊന്നുമല്ല. നമ്മൾ തീരെ നന്നായിട്ട് പഠിച്ചു, കുറച്ച് മോഡലുകൾ എഴുതി, അത് കഴിഞ്ഞ് നമ്മൾ കൂടുതൽ മോഡലുകൾ എഴുതി, ആയിരക്കണക്കിന് ക്വസ്റ്റ്യനുകൾ നമ്മൾ ഒരു ദിവസം എഴുതുന്ന ഒരു പരിധിവരെ നമ്മളെത്തി. ഇനി നമ്മൾ തിരിച്ചൊരിറക്കമാണ്. ഏറ്റവും നല്ല ഒരു കോൺസ്റ്റൻറ്റ് ലെവലിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മുടെ മനസ്സിലിട്ട് പല ആവർത്തി നമ്മൾ വായിച്ച് മനഃപ്പാഠമാക്കി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണിത്. ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന ഒരു എക്സാമിന് നമ്മൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്? ആ നീറ്റ് എക്സാം ഹാള്, അവിടുത്തെ ഓരോ പ്രക്രിയകളും ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം. ക്വസ്റ്റ്യൻ എളുപ്പമായിട്ട് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? പാടായിട്ട് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ താമസിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ക്ലോക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ള കുട്ടികൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയിൽ എന്താണ് ചെയ്യേണ്ടത്? അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കണം. ഏത് വാലിഡ് ID പ്രൂഫാണ് കൊണ്ടുപോകേണ്ടത്? കാരണം നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തപ്പോഴുള്ള പേര് വേണം, ഡേറ്റ് ഓഫ് ബർത്ത് വേണം, ഫോട്ടോ പുതിയതായിരിക്കണം. അപ്പോൾ ഏതാണ് കൊണ്ടുപോകേണ്ടത്? എന്ത് ഡ്രസ് കോഡാണ് ഞാൻ ധരിക്കേണ്ടത്? ഹാഫ് സ്ലീവ് ആയിട്ടുള്ള അധികം ഹെവി ആയിട്ടുള്ള ഇതല്ലാത്ത ഏതാണ് ഞാൻ ധരിക്കേണ്ടത്? അങ്ങനെയുള്ള വിവിധ തയ്യാറെടുപ്പുകളുടെയും തിരഞ്ഞെടുപ്പുകളുടെയും ഒക്കെ ഒരു സമയമാണ് ഈ 13 ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി സ്ട്രെയിൻ ചെയ്തുകൊണ്ട് വളരെ ആർത്തലച്ച് ഇനി പഠിക്കാൻ ഒത്തിരി ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. കൃത്യമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതാദ്യം അവനവൻ വിശ്വസിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് അവനവനൊന്ന് പാകപ്പെടുത്തുക. ഏറ്റവും മെച്യൂരിറ്റി ലെവലിൽ ഒരു വലിയ സംഭവം നടക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാൻ പോകുമ്പോൾ ഓരോരുത്തരും എത്ര ഉത്തരവാദിത്വത്തോടെയാണ് പെരുമാറുക? ആ ഉത്തരവാദിത്വം ഓരോ കുട്ടികളും മെയ് 5-ാം തീയതി കാണിക്കേണ്ടതായിട്ടുണ്ട്. മെയ് 5-ാം തീയതി കാണിക്കണമെങ്കിൽ നാം ഇപ്പോൾ മുതൽ ആ ഗൗരവത്തോടു കൂടി, ആ ഉത്തരവാദിത്തോടു കൂടി, ആ സന്തോഷത്തോടെ നമ്മൾ ആ മെയ് 5-ലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളാണ്.
ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, ഉറക്കത്തിൻ്റെ കാര്യത്തിൽ, പരീക്ഷകളുടെ കാര്യത്തിൽ എല്ലാം നമ്മളുടെ ഒരു സാമർഥ്യം അല്ലേ, തീർച്ചയായിട്ടും ആ വാക്ക് തന്നെയാണ്, നമ്മളുടെ ഒരു സ്മാർട്ട്നെസ് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. എന്ന് വെച്ച് പുസ്തകങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ട. NCERT തന്നെ വേണം, ബയോളജി NCERT പേജിൽ തന്നെ വേണം, ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യണം. കെമിസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ മറന്നു പോകാൻ സാധ്യതയുള്ളത്. എത്രത്തോളം കെമിസ്ട്രി കാണാൻ സാധിക്കുമോ, പ്രത്യേകിച്ചും ഓർഗാനിക്കൊക്കെ, എത്രത്തോളം ഓർഗാനിക്കിൻ്റെ ചാപ്റ്ററുകളുടെയും ക്വസ്റ്റ്യനുകളുടെയും കടന്നു പോകാൻ പറ്റുമോ കടന്നു പോകണം. പക്ഷേ പുതിയതായിട്ടുള്ളതല്ല, കണ്ട ചാപ്റ്ററുകൾ, കണ്ട പരീക്ഷകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ, എളുപ്പമുള്ള പാഠഭാഗങ്ങൾ, അങ്ങനെ ഏറ്റവും നല്ല സ്മാർട്ടായിട്ട് നമുക്ക് ഒരുമിച്ച് മെയ് 5 യാത്രയാവാം. ഇനി രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലോ, ഇനി ഉപദേശങ്ങളുടെ സമയമല്ല അല്ലേ, അവരെ നമ്മൾ ഏറ്റവും കരുതലോടുകൂടി ചേർത്ത് വെക്കേണ്ട സമയമാണ്. അവരുടെ സ്വപ്നങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ മറ്റാരേക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം. ആ ഒരു ഉത്കണ്ഠ നിങ്ങളുടെ മുഖത്ത് നിഴലിക്കരുതെന്ന് മാത്രം. പലപ്പോഴും കുട്ടികളെക്കാളും താല്പര്യം മാർക്കിനും റാങ്കിനും ഒക്കെ പേരൻസ് പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. പലവിധത്തിലുള്ള ചർച്ചകൾ, അവൾക്കിപ്പോൾ ഏകദേശം ഒരു 500 മാർക്കേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ സെൽഫ് ഫിനാൻസിന് വേണ്ടി ഞാൻ എത്ര രൂപ കരുതി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ MBBS അല്ലാത്ത സാധ്യതകൾ എന്താണ്, ഇന്ത്യക്ക് വെളിയിൽ എന്താണ് സാധ്യത, അങ്ങനെ പലവിധ ചർച്ചകൾ നമ്മൾ പരസ്പരമോ മറ്റുള്ളവരോട് ഫോണിലൂടെ ഒക്കെ സംസാരിക്കാം. ഒരുപക്ഷെ കുട്ടികൾ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലെ ഉത്കണ്ഠ അവർക്ക് ഉറപ്പായിട്ടും ഗ്രഹിക്കാനാവും. അതുകൊണ്ട് മുമ്പ് നാം കുട്ടികളോട് എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും നല്ലൊരു മംഗളകരമായൊരു കാര്യം നടക്കാൻ പോകുന്നു. അതിന് നമ്മൾ ഓരോരുത്തർക്ക് ഏതൊക്കെ രീതിയിലാണ് തയ്യാറെടുക്കാനുള്ളത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഉത്തരവാദിത്തോടെ പെരുമാറാനുള്ളത്, അതാണ് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. ഓരോ തയ്യാറെടുപ്പുകളും ഏറ്റവും സന്തോഷത്തോടു കൂടി അല്ലേ, നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതിൻ്റെ വരും വരായകൾ അത് നമുക്ക് ഒരുമിച്ച് നമുക്ക് പിന്നീട് ഇത് ധാരാളം സമയമുണ്ട് ചിന്തിക്കാനും ചർച്ച ചെയ്യാനും. പക്ഷേ ഇനി വരുന്ന 13 ദിവസം നമ്മൾ ഏറ്റവും ഉത്സാഹത്തോടു കൂടി, ഒരിക്കലും നമ്മുടെ മാർക്കിനെക്കുറിച്ചോ റാങ്കിനെക്കുറിച്ചോ സ്കീമിനെ കുറിച്ചോ മേഖലകളെക്കുറിച്ചോ ഫീസിനെക്കുറിച്ചോ ഒന്നുമല്ല. ഏറ്റവും നന്നായിട്ട് മെയ് 5 ചിരിച്ചുകൊണ്ട് ഏറ്റവും ഹെൽത്തി ആയിട്ട് അവരെ എക്സാം ഹാളിലോട്ട് തോളോട് തോൾ ചേർത്ത് കയറ്റി വിടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ ഉത്കണ്ഠ, പേരൻസിൻ്റെ ഉത്കണ്ഠ ആദ്യം ഇതിൽ നിന്ന് മാറ്റി നിർത്തണം. അവരവരുടെ രീതിയിൽ ഓരോ കുട്ടികളും ഏറ്റവും നല്ല രീതിയിൽ പാകപ്പെട്ടിട്ടുണ്ട്, അവരതവിടെ പെർഫോം ചെയ്യും. ഇനി നിങ്ങളുടെ ഉത്കണ്ഠ ഒരു കാരണവശാലും അവർക്കത് നെഗറ്റീവായി വരില്ല, കാരണം നിങ്ങളുടെ പ്രാർത്ഥനകളും ആശംസകളും ഒക്കെ അവരുടെ കൂടെ ഉണ്ടെന്നറിയാം. പക്ഷേ അത് ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും അവരുടെ ഓരോ ചെറിയ കണികകളിലും നിങ്ങളുടെ ഉത്കണ്ഠയല്ല, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമായിട്ട് അതിലോട്ട് എത്തുന്നു എന്നുള്ള ഒരു ധ്വനി നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടായിരിക്കുകയും ചെയ്യണം. സർ, ഒരുപക്ഷെ അവരുടെ ഈ ഒരു തയ്യാറെടുപ്പുകളുടെ ഒക്കെ സാറ് പറഞ്ഞ ഒരു പര്യവസാനം മെയ് 5 മെയ് 5 എക്സാം ഹാളാണ് അല്ലേ? അപ്പോൾ ഈ ഒരു എക്സാം ഹാളിൽ പ്രവേശിച്ച ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുൻപും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തെല്ലാമാണെന്ന് സാറ് പറയാം. മെയ് 5 നമുക്കറിയാം 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. നമ്മൾ എപ്പോഴാണ് ചെല്ലേണ്ടത്? നമുക്ക് അഡ്മിറ്റ് കാർഡ് ഈ അടുത്ത ദിവസം കിട്ടുമ്പോൾ അതിനകത്ത് റിപ്പോർട്ടിംഗ് ടൈമുണ്ട്. ആ റിപ്പോർട്ടിംഗ് ടൈമിന് ഒരു പരിധിവരെ നമ്മളത് അത്രത്തോളം ആ സമയത്ത് നമ്മൾ നോക്കിയില്ലെങ്കിൽ, ഇപ്പോൾ 11:30 റിപ്പോർട്ടിംഗ് ടൈമെങ്കിൽ ആ സമയത്ത് തന്നെ എക്സാം ഹാളിൽ കയറണമെന്നില്ല. പക്ഷേ എല്ലാവരും 11:30 എക്സാം ഹാളിൻ്റെ അടുത്ത് എത്തുക. അവിടെ ചെന്ന് ആഹാരമൊക്കെ കഴിച്ച്, ആഹാരം കഴിക്കണമെങ്കിൽ അല്ല വഴിയിൽ നിന്നാണ് കഴിക്കുന്നത് അങ്ങനെ, അല്ല വീട്ടിൽ നിന്നാണ് കഴിച്ചിട്ട് പോകുന്നത് അങ്ങനെ, 11:30 എല്ലാവരും എക്സാം ഹാളിൽ ചെല്ലാവുന്ന പോലെ ഒന്ന് തയ്യാറെടുക്കണം. അല്ലാതെ 12 മണിക്കോ 12:30 1 മണിക്കോ അല്ല ചെല്ലേണ്ടത്. 11:30 തന്നെ എക്സാം ഹാളിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലണം. റിപ്പോർട്ട് ചെയ്യുകയൊന്നും വേണ്ട, അതിൻ്റെ ഏറ്റവും അടുത്ത് നമ്മൾ കംഫർട്ടായിട്ടുള്ള എവിടെയാണോ നമ്മൾ അവിടെയെങ്കിലും എത്തിയിരിക്കണം. അതിനുശേഷം നമ്മൾ അവിടുത്തെ ഇപ്പം ഒത്തിരി ലൈനുണ്ട്, ബയോമെട്രിക് എടുക്കാനൊക്കെ ഒത്തിരി പേര് ലൈൻ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കും ഒതുങ്ങി വെയിലൊന്നും കൊള്ളാതെ ഒതുങ്ങി നിൽക്കാം. അതല്ല അവിടെ വലിയ ക്യൂ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ റിപ്പോർട്ട് ചെയ്താൽ മതി. ഒരു 12:45 തന്നെ നമ്മൾ എക്സാം ഹാളിനകത്തോട്ട് പ്രവേശിച്ചാൽ മതിയാകും. ആദ്യം എന്താണ്, മെറ്റൽ ഡിറ്റക്ടറിലൂടെയാണ് നമ്മളെ ചെക്ക് ചെയ്യുന്നത് അല്ലേ, ഫ്രിസ്കിങ്. ഏത് തരത്തിലുള്ള ഫ്രിസ്കിങ്ങിനെയും നമ്മൾ അനുകൂലിക്കണം. കാരണം ഇത് നമുക്ക് നീറ്റ് എക്സാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവർ ചിലപ്പോൾ നമ്മളുടെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അഴിക്കാൻ പറയുമായിരിക്കാം. എന്തുമാവട്ടെ, അവർ നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല സന്തോഷത്തോടു കൂടി ഏറ്റവും ഉത്തരവാദിത്തോടുകൂടി നമ്മൾ ചെയ്തു കൊടുക്കുക. അവരെ നമ്മൾ നിയമം പഠിപ്പിക്കാനായിട്ട് പോകേണ്ടതില്ല. അവർ ഈ ഒരു നീറ്റ് എക്സാമിൽ നമ്മളുടെ സ്വപ്നങ്ങൾക്കിടയിലുള്ള ഒരു ഫാക്ടറേ അല്ല. അവരിന്ന് മാത്രം കാണുന്ന ഒരു വ്യക്തി,
അപ്പോൾ അവർ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്യരുത്. അനുസരിക്കുക. ചിലപ്പോൾ വാട്ടർ ബോട്ടിലിനകത്ത് സ്റ്റിക്കർ പറിക്കാനായിരിക്കും പറയുന്നത്, പറിച്ച് കളഞ്ഞേക്കുക. വാട്ടർ ബോട്ടിൽ കൊണ്ടുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആണ്, അതിനകത്ത് സ്റ്റിക്കർ പറിക്കാൻ പറയും. അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകണ്ടെന്ന് പറയും, വേണ്ട കൊണ്ടുപോകണ്ട, അവിടെ വെച്ചേക്കുക. ഷൂ ഇട്ട് കയറണ്ടെന്ന് പറയും, ഷൂ ഇടണ്ട. അപ്പം എന്തായിരുന്നാലും എന്തുമാവട്ടെ അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിക്കുക. ബയോമെട്രിക് എടുക്കുന്നു, അപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ കഴിഞ്ഞാൽ ബയോമെട്രിക് എടുക്കുന്നു. ബയോമെട്രിക് ഇനി ഇൻ കേസ് 1-2 കുട്ടികളുടെ ആ സമയത്ത് കിട്ടില്ല, കാരണം ചെറുപ്രായത്തിലായതുകൊണ്ട് വിരലിൽ തൊലിയൊക്കെ പോകുന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ആ സമയത്ത് റീഡ് ചെയ്തില്ലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ മെഷീൻ റീഡ് ചെയ്തില്ലായിരിക്കാം. നമ്മൾ പാനിക്കൊന്നും ആവണ്ട. നമുക്ക് എക്സാം എഴുതാൻ പറ്റിയിരിക്കും. ഒരു കുട്ടി പോലും എക്സാം എഴുതാത്ത ഒരു സാഹചര്യമില്ല, അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ബയോമെട്രിക് എടുക്കുന്നു. ബയോമെട്രിക് താമസിച്ച് പോയി കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് എക്സാം ഹാളിനകത്തോട്ട് കയറാനായിട്ട് സമയം കിട്ടും. എങ്ങനെ നമ്മൾ എക്സാം ഹാളിനകത്ത് ഇരുന്ന് വീണ്ടും നമ്മൾ ഐറിസിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, അതൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടന്നോളൂ. 1:15 നമ്മുടെ റിപ്പോർട്ടിങ്ങിൻ്റെ നമ്മുടെ ക്ലാസ് റൂമിൽ നമുക്ക് ചെന്നിരിക്കാം. അവിടെ ബെഞ്ചിൽ റോൾ നമ്പറുണ്ട്, ആ റോൾ നമ്പറിൻ്റെ അടുത്തിരിക്കണം. നമ്മൾ ഫാൻ കൊള്ളാനായിട്ടോ അല്ലെങ്കിൽ കാറ്റ് കൊള്ളാനായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും പുറകിൽ പോയി അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം എന്തുകൊണ്ടാണ്, ഓരോ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും OMRഉം ഏത് കുട്ടിക്കാണ് വേണ്ടതെന്നുള്ളത് ഡൽഹിയിൽ നിന്ന് തന്നെ NTA അസൈൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മറ്റൊരാളുടെ സ്ഥാനത്ത് ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല, നമ്മളുടെ സ്ഥാനത്ത് തന്നെ ഇരിക്കുക. എന്നിട്ട് നമ്മൾ സാവധാനത്തിൽ നല്ല ദീർഘനിശ്വാസങ്ങളൊക്കെ എടുത്ത് അല്ലേ, നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ച് നന്നായിട്ട് ശ്വാസോച്ഛ്വാസമൊക്കെ ക്രമീകരിച്ചുകൊണ്ട് നമ്മൾ 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. 1:30 നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് എല്ലാം വരും, നമ്മുടെ സൂപ്പർവൈസേഴ്സ് വരും. അതിനുശേഷം അവർ ഇൻസ്ട്രക്ഷൻസ് പറയും, എങ്ങനെയൊക്കെ പെരുമാറാം, എങ്ങനെയൊക്കെ പെരുമാറരുത്, വാഷ്റൂമിൽ പോകുന്നത് എങ്ങനെയാണ്, വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും ബയോമെട്രിക് എടുക്കേണ്ടത് എങ്ങനെയാണ്, ഓരോ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. നമ്മൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അതിനുശേഷം 1:45 നമ്മുടെ ക്ലോക്ക് ഉണ്ട് നമ്മുടെ മുമ്പിൽ, നമ്മുടെ ക്ലോക്ക് കാണാൻ പാകത്തിനാണോ എന്ന് നോക്കുക. അതിനുശേഷം 1:45 ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും പേനയും തരും. പേന തന്നിട്ടില്ലെങ്കിൽ ചോദിച്ചു മേടിക്കാൻ മറക്കരുത്. എഴുന്നേറ്റ് നിന്ന് ഏറ്റവും ബഹുമാനത്തോടു കൂടി ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും പേനയും 1:45 മേടിക്കുക. 2 മണിക്ക് നമുക്കത് ഓപ്പൺ ചെയ്യുകയും നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ എഴുതുക, OMRൽ പൂരിപ്പിക്കുക, ഒക്കെ നമുക്ക് ചെയ്യാം. OMRൽ പൂരിപ്പിക്കുമ്പോൾ റോൾ നമ്പറാണ് നമ്മൾ ശ്രദ്ധിച്ചെഴുതേണ്ടത്. ആദ്യം ഡിജിറ്റായിട്ട് ബോക്സിൽ എഴുതുന്നു, അതിനുശേഷം കറസ്പോണ്ടിങ് ആയിട്ട് ബബിൾ ചെയ്യുന്നു. ഇൻ കേസ് നമുക്കറിയാം ഓവർ ആങ്സൈറ്റി കാരണം നമുക്കൊരു റോൾ നമ്പർ തെറ്റിപ്പോയെന്ന് വിചാരിക്കുക, നിങ്ങൾ പരിഭ്രമിക്കേണ്ടതില്ല. വേറെ ആൻസർ ഷീറ്റോ വേറെ OMRോ നിങ്ങൾക്ക് തരില്ല, അത് വേണ്ട. കാരണം ഈ OMR എല്ലാം സീരിയൽ നമ്പർ അസൈൻഡ് ആണ്. ഏത് കുട്ടികളുടെയെന്ന് അവരറിയാം. റോൾ നമ്പർ തെറ്റിപ്പോയാൽ പോലും അത് കൃത്യമായിട്ട് ഇന്ന കുട്ടിയാണ് എഴുതിയതെന്നുള്ളത് അവർക്കറിയാൻ NTAക്ക് നമ്പറുണ്ട്. അതുകൊണ്ട് റോൾ നമ്പർ എഴുതാതിരിക്കണം എന്നല്ല, എഴുതണം. വളരെ സാവധാനത്തിൽ എഴുതുക. കാരണം ടൈം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ടൈം എടുത്ത് തന്നെ എഴുതുക, ബബിള് ചെയ്യുക. പിന്നെയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ടൈം, നമ്മുടെ പേരൊക്കെ വളരെ വളരെ സ്പീഡി ആയിട്ട് എഴുതി വിടുക. അതിനകത്തൊന്നും ഒരു ചെക്കിങ്ങും ഇല്ല, സ്പെല്ലിംഗ് ഒന്നും നോക്കണ്ട. എത്രയും വേഗത്തിൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് വിടുക. അതിനുശേഷം ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് 2 മണിക്ക് ഓപ്പൺ ചെയ്യുന്നു. നമ്മളിരുന്ന് മുഴുവൻ ക്വസ്റ്റ്യനും വായിച്ച് നോക്കരുത് ദയവായിട്ട്. ചില കുട്ടികളെങ്കിലും 1 മുതൽ 200 വരെയുള്ള ചോദ്യങ്ങൾ ആദ്യത്തെ 10 മിനിറ്റിൽ ഇരുന്ന് വായിച്ചു നോക്കുന്നത് കണ്ടിട്ടുണ്ട്. എളുപ്പമാണോ ഇല്ലയോ എന്നറിയാൻ, സമയം ക്രമീകരിക്കാൻ, എത്രത്തോളം ഡിഫിക്കൽട്ടി ഉണ്ട്, ഏതാണ് ആദ്യം ചെയ്യേണ്ടതെന്നൊക്കെ അറിയാനാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അത് ഗുണത്തേക്കാളേറെ 100% ഉപദ്രവമാണ്. ദയവായിട്ട് അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻ എളുപ്പമാണ്, ഒരിടത്ത് പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതെന്ന് ഒരു ക്വസ്റ്റ്യനും വരില്ല. പകരം നിങ്ങൾ 1 മുതൽ 200 വരെ ചോദ്യങ്ങളുണ്ടോ എന്ന് നോക്കുക, എല്ലാ പേജും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിലുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഏതിലാണോ കംഫർട്ട്, ബയോളജിയിലാണെങ്കിൽ ബയോളജിയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എപ്പോഴും ശുപാർശ ചെയ്യാറുള്ളത് ബയോളജി തന്നെ ചെയ്യാനായിട്ടാണ്. ബയോളജി ആണെങ്കിൽ ബയോളജി, അതല്ല ഇനി ഡിഫിക്കൽട്ടി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഫിസിക്സ് എഴുതാം. കാരണം ഫിസിക്സിനാണ് കുട്ടികൾക്ക് പേടി. പക്ഷേ അവിടെ നമുക്ക് അതൊരു ഡിഫിക്കൽട്ടി എങ്ങാനും വന്നാൽ നമ്മളുടെ എൻറ്റയറി 180 ചോദ്യങ്ങളെ അത് ബാധിക്കും. അതുകൊണ്ട് ബയോളജി എഴുതി തുടങ്ങാം. ബയോളജി എഴുതി തുടങ്ങുന്നു. അപ്പം ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടിയാൽ ഉടനെ ക്വസ്റ്റ്യൻ ഈസി ആണോ ഡിഫിക്കൽട്ടി ആണോ എന്നറിയാനായിട്ട് മുഴുവൻ ഇരുന്ന് വായിച്ചു നോക്കുകയോ അറിയാവുന്നതിൻ്റെ ആൻസർ മാർക്ക് ചെയ്ത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ പോവുകയോ ചെയ്യേണ്ട രീതി യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. നമ്മൾ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോവുക. ബയോളജിയുടെ 1ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുന്നു, നമുക്ക് ആൻസർ അറിയാമോ, 100% അറിയാമോ, നമ്മൾ ആൻസർ അതിനകത്തുണ്ടോ എന്ന് നോക്കുന്നു. വീണ്ടും അറിയാമെങ്കിലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വീണ്ടും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം.
അപ്പം നമുക്ക് അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാകും. ഇത് വളരെ ഈസിയാണ്, പെട്ടെന്ന് കിട്ടി, ഉടനെ നമ്മൾ അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്ത് അടുത്തിലോട്ട് പോകണോ? വേണ്ട. കാരണം എന്താണ്, 1 മിനിറ്റ് സമയമുണ്ട്. ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏറ്റവും ഡിഫിക്കൽട്ടി ആണെങ്കിലും അസേർഷൻ റീസൺ ആണെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും 4 മാർക്കാണ്. അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള ചോദ്യത്തിന് അതിൻ്റേതായ പരിഗണന, ബഹുമാനം കൊടുക്കുക. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടി, ഒന്നും കൂടെ വായിച്ചു നോക്കുക, 100% ഉറപ്പാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ നോക്കുക, അപ്പം തന്നെ OMR അത് മാർക്ക് ചെയ്യുക. രണ്ടാമത്തത് നോക്കുക, ആൻസർ കിട്ടിയാൽ OMR മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുന്നു. ഒരു 10 ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് എന്തറിയാം, ഇത് വളരെ എളുപ്പമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എന്തായിരിക്കും സാധ്യത? അപ്പോൾ ബാക്കി എങ്ങനെ ഡിഫിക്കൽട്ടി ആകാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് 1 മിനിറ്റ് തന്നെ എടുത്ത് ചെയ്യണം. നമ്മളൊന്ന് തന്നെ ഒന്ന് ബ്രേക്ക് ചെയ്യണം, അല്ലേ? നമ്മളുടെ സമയത്തിനെ നമ്മളുടെ കയ്യിൽ നിർത്താനായിട്ടൊന്ന് പതുക്കെ ആക്കണം, സ്ലോ ആക്കണം. പതുക്കെ നമ്മൾ ഓരോന്നിലൂടെ മുന്നോട്ട് പോവുക. നേരെ മറിച്ചിന് ഡിഫിക്കൽട്ടി ആണെന്ന് വിചാരിക്കുക, നമുക്ക് 1 2 എണ്ണം കിട്ടിയില്ല, അവിടെ നമ്മൾ നിർത്തുക. അതിനുശേഷം നമ്മൾ ഒരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്തതിന് ശേഷം ഒന്നൊരു അല്പസാവകാശം, ഒരു 10 സെക്കൻഡ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് മറ്റൊരു സബ്ജക്റ്റിലോട്ട് പോയിട്ട് അല്ലെങ്കിൽ അടുത്ത ഷീറ്റിലോ വല്ലതും നോക്കിയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയിട്ട് മുന്നോട്ട് പോവുക. ഇത് നമുക്ക് തിരിച്ചു വന്നിട്ട് ചെയ്യാം. ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യരുത്, ഒരു കാരണവശാലും സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന പ്രവണത ഉണ്ടാവരുത്. എളുപ്പമാണെങ്കിൽ സ്പീഡിൽ പോവുകയും ചെയ്യരുത്. പല ആവർത്തി വായിച്ചു നോക്കി തന്നെ മുമ്പോട്ട് പോകാവുള്ളൂ. പിന്നെ പല പ്രവണതകൾ കണ്ടിട്ടുണ്ട്. ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യും, OMR ഒന്നും ചെയ്യത്തില്ല. അവസാനത്തെ 10 മിനിറ്റ് എഴുതാനായിട്ട് മാറ്റിവെക്കും. കാര്യം പറഞ്ഞാൽ ശരിയാണ്, 5 മിനിറ്റ് നമുക്ക് ലാഭം കിട്ടും. പക്ഷേ നമ്മളുടെ നീറ്റ് എന്ന സ്വപ്നം പൊലിയാൻ ആ ഒരൊറ്റ കാര്യം മതി. ഒന്ന്, നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സ്റ്റിക്ക് ഓൺ ആയി പോയി കഴിഞ്ഞാൽ 5:20 ആകുന്നത് അറിയുകയില്ല. സൂപ്പർവൈസർ വന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് മേടിക്കുമ്പോഴേ നമ്മൾ അറിയാവുന്നുള്ളൂ നമ്മൾ ആൻസർ ക്വസ്റ്റ്യൻ ബുക്കിലോട്ടോട്ട് എഴുതിയില്ല എന്നുള്ളത് പറയുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ക്വസ്റ്റ്യനിലെല്ലാം മാർക്ക് ചെയ്തിട്ട് അവസാനം OMRലോട്ട് ചെയ്യുന്ന രീതി ശരിയല്ല. ഇനിയെങ്കിലും അത് മാറ്റണം. മറ്റൊരു കാലത്ത് എന്താ ചെയ്യുന്നതെന്നറിയോ, ക്വസ്റ്റ്യൻ വായിക്കും, ആൻസർ കിട്ടും, ആൻസർ OMRൽ ഒരു കുത്തായിട്ട് വെക്കും. OMRൻ്റെ ഓരോന്ന് ചോയ്സിനകത്ത് ഓരോ കുത്തിട്ട് വെക്കും. അങ്ങനെ കുറേ കുത്തിട്ട് വെച്ചിട്ട് അവസാനം നമ്മളിത് ബബിൾ ചെയ്യാനായിട്ടിരിക്കും. അപ്പോൾ എന്താ ഇവർ വിചാരിക്കുന്നതെന്നറിയോ, ഒരു 10 12 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ആൻസറിനെ സാധൂകരിക്കാനുള്ള വേറൊരു മേഖല കിട്ടും. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഉത്തരം ഇങ്ങനെയാണല്ലോ എന്നറിയുന്നത്. അങ്ങനെയാണെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അവസാനം ഒരുമിച്ച് ബബിൾ ചെയ്യാമല്ലോ, അപ്പോൾ ആ സമയവും ലാഭിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ ലാഭം കിട്ടുന്നത് ഒരു ചോദ്യത്തിനൊക്കെയാണ്. നേരെ മറിച്ച് നഷ്ടം വരുന്നതോ മുഴുവൻ ഡബിൾ ആൻസർ ചെയ്തു പോകും. അതായത് നമ്മൾ കുത്തിട്ട് വെച്ചു, അവസാനം നമുക്ക് തോന്നി ഇതല്ല ആൻസർ, മറ്റൊരെണ്ണം നമ്മൾ കറുപ്പിച്ചു. അപ്പം നമ്മുടെ ഇതിനകത്ത് ബബിൾ കറുപ്പിച്ചതുകൊണ്ട് അതേ സീരിയൽ കുത്തിട്ടതുകൊണ്ട് ഉറപ്പായിട്ടും അത് ഡബിൾ ആൻസർ ആയിട്ട് റീഡ് ചെയ്യാതെ പോകും. ഇനി നിങ്ങളുടെ ഉദാഹരണത്തിന് 2023 നിങ്ങളുടെ പരിചയമുള്ളവരോട് ചോദിച്ചു നോക്കിക്കോളൂ. ഈ മെയ് അവസാനം നമ്മളുടെ OMR നമുക്ക് കാണാം, ആ OMRൻ്റെ റെസ്പോൺസ് കാണാം. കുത്തിട്ട് വെച്ച ഒരാളുടെ പോലും, അതായത് കുത്തിനകത്ത് തന്നെ ബബിൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ആദ്യം കുത്തിട്ട് വെച്ചു, അത് കഴിഞ്ഞ് പിന്നീട് മനസ്സിലായി ഇതല്ലേ ആൻസർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ആൻസറാന്ന് തോന്നി, അപ്പം ഡബിൾ ആൻസറായി, ഒന്നും റീഡ് ചെയ്യാതെ പോകും. അതുകൊണ്ട് ആ രീതിയും തെറ്റാണ്. നമുക്ക് ഇനി സംശയമുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ OMRൽ ഒന്നും ചെയ്യരുത്. OMR എന്ന് പറയുന്നത് ഏറ്റവും കൃത്യമായിട്ട് ഒരു തെറ്റും വരാതെ, ഒരു വര വരാതെ, കീറിപ്പോവാതെ, മറ്റുള്ളൊരു വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അവർ ചിലപ്പം വാട്ടർ ബോട്ടിൽ എടുത്ത് ഡെസ്കിന് മുകളിൽ വെക്കും. അവരോട് ഏറ്റവും സൗമ്യമായിട്ട് ചോദിക്കുക, വാട്ടർ ബോട്ടിൽ താഴെ വെക്കാമോ? എങ്ങാനും അത് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മളുടെ OMRലോട്ട് പോകും. അതുകൊണ്ട് OMR എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്തെ 180 ഉത്തരങ്ങൾ ബബിൾ ചെയ്യുന്നത് മാത്രമാണ് നമ്മുടെ നീറ്റിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ ഒരു പരീക്ഷണങ്ങൾ നടത്തരുത്. ചോദ്യപേപ്പറിൽ നമുക്ക് എന്ത് പരീക്ഷണവും നടത്താം. ചോദ്യപേപ്പർ നമുക്ക് 100% ഉറപ്പില്ല, ക്വസ്റ്റ്യന് തന്നെ ആൻസർ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അവസാനം 45 മിനിറ്റ് സമയം കിട്ടുമല്ലോ, ആ സമയത്ത് നമുക്ക് തിരിച്ചു വന്നിട്ട് കറക്റ്റായിട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പോഴൊക്കെ നമ്മൾ സമയത്തിനെക്കുറിച്ച് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ആദ്യത്തെ ഒരു 15 അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ കുട്ടികൾ ക്വസ്റ്റ്യനെക്കുറിച്ചും സമയത്തിനെക്കുറിച്ചും ഒക്കെ ബോധവാന്മാരാണ്. പക്ഷേ ഇതിൻ്റെ പരീക്ഷയിലോട്ട് ആഴ്ന്നിറങ്ങി കഴിയുമ്പോൾ പരിസരം മറക്കും, സമയം മറക്കും, ക്വസ്റ്റ്യൻ മറന്നുപോകും, അല്ലേ? അവസാനം എപ്പോഴായിരിക്കും ഓർമ്മ വരുന്നത്? 5:15 ആകുമ്പം സൂപ്പർവൈസർ പറയും ഇനി 5 മിനിറ്റ് കൂടെ പരീക്ഷ ഉള്ളെന്ന് പറയും. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത്
നമ്മൾ OMRൽ മാർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്കിനി കുറേ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ പരിസരം വിട്ടുപോവുകയും ചെയ്യരുത്. നമ്മൾ എപ്പോഴും ടൈമിനെ കുറിച്ചുള്ള ഒരു ബോധവാനായിരിക്കണം. ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, ഏത് സബ്ജക്റ്റാണ്, ഇതിന് ഒരു മിനിറ്റ് തന്നെയാണോ നമ്മൾ എടുക്കുന്നത്, അങ്ങനെ വളരെ കൃത്യമായിട്ട് നമ്മൾ പോകണം. കഴിഞ്ഞ വർഷം കുറേ അധികം കുട്ടികളെങ്കിലും ബയോളജി നന്നായിട്ട് ചെയ്തു, സിമ്പിളായിരുന്നു. കെമിസ്ട്രിയിൽ വന്നപ്പോൾ 4 or 5 സ്റ്റേറ്റ്മെൻറ്റ് അസേഷൻ ടൈപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്നു, കാരണം ചെയ്താൽ കിട്ടുന്നതായിരുന്നു, അതിലവർ നിന്നു. അപ്പോൾ എന്ത് പറ്റി? ഫിസിക്സിൻ്റെ സമയം 45 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയം 20 മിനിറ്റേ കിട്ടിയുള്ളൂ. ഫിസിക്സ് എല്ലാം എളുപ്പമായിരുന്നു. ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും ചെയ്യാൻ പറ്റാത്ത നിരവധി കുട്ടികളുണ്ട്. അതുകൊണ്ട് ടൈമിനെ കുറിച്ചും പരീക്ഷയെക്കുറിച്ചും നീറ്റാണെന്നുള്ളതും എക്സാം ഹാളിനെ കുറിച്ചും ഒക്കെ നല്ല ബോധത്തോടു കൂടി വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പരസ്പരം മറന്നു പോകരുത്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുക. ഇതിനിടയിൽ എന്തൊക്കെ സംഭവിക്കും? നമ്മുടെ സൂപ്പർവൈസർ ഹോൾ ടിക്കറ്റ് നോക്കാൻ വരും, നമ്മുടെ ID പ്രൂഫ് നോക്കാൻ വരും, അറ്റൻഡൻസ് ബുക്കിൽ ഫോട്ടോ ഒട്ടിക്കാൻ വരും, തമ്പ് ഇംപ്രഷൻ വെക്കാൻ വരും, സൈൻ ചെയ്യാൻ വരും, ഫോട്ടോ എടുക്കാൻ വരും. ഇതൊക്കെ അവർ ചെയ്തിട്ട് പൊക്കോളും. നമ്മൾ അവരെ നോക്കുകയേ ചെയ്യണ്ട. അതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ്. അതവർ ചെയ്തോട്ടെ. നമ്മൾ ക്വസ്റ്റ്യനും OMRും ഏത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എത്രയൊക്കെ നിങ്ങൾ ബബിൾ ചെയ്താലും ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയിട്ടേ ബബിൾ OMRലോട്ട് ചെയ്യാവുള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരികയാണ്. എന്നാൽ പോലും നമ്മൾ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ നോക്കുക, ആ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ OMR കറക്റ്റ് ചെയ്യുക. ഒരു കാരണവശാലും താഴോട്ട് ചെയ്തു പോകരുത്. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ നോക്കാതെ താഴോട്ട് ചെയ്തു പോകരുത്. എപ്പോഴും ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യനിലേ നോക്കണം, OMRലെ നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ തന്നെ ചെന്നിട്ടാണ് ബബിൾ ചെയ്യേണ്ടത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം, ഇതൊക്കെ എല്ലാം അറിയാം. പക്ഷേ 1 or 2 കുട്ടികൾക്കെങ്കിലും അവരുടെ സ്വപ്നങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു കരിനിഴൽ വീഴ്ത്താൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യം എന്ന് മാത്രം. ബാക്കിയെല്ലാം ഏറ്റവും എളുപ്പമാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എത്ര മോഡൽ എഴുതി ഇപ്പോൾ? ഏതാണ്ട് 85ഓളവും ഡയറക്റ്റ് മോഡലുകളും പ്രിപ്പറേറ്ററി മോഡലുകളായിട്ട് വേറെ ഒരു 20-25 മോഡലുകൾ, ഇ ലേണിംഗ് ആപ്പിലുള്ള മോഡലുകൾ. ഒരു ലക്ഷക്കണക്കിന് ചോദ്യങ്ങളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോയിരിക്കുന്നത്. അപ്പം അവർ നമ്മളെക്കാളും എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലേ? എങ്കിൽ പോലും ശ്രദ്ധിക്കാൻ പറഞ്ഞു എന്ന് മാത്രം. സർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സാം ഹാളിനുള്ളിൽ ഒരു വിദ്യാർത്ഥി എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞു. ആൻഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സാറേ, എക്സാം ഹാളിലേക്ക് വിദ്യാർത്ഥികൾ കയറുമ്പോൾ കയ്യിൽ കരുതേണ്ട കുറേ. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നാലും പുതിയതായിട്ട് കാണുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ടല്ലോ. അപ്പം അഡ്മിറ്റ് കാർഡ് ഇപ്പം അടുത്ത ദിവസമാണ് വരുന്നത്. ചിലരെങ്കിലും ഇത് ഒരു പേജിൻ്റെ 2 പുറമായിട്ട് എടുക്കും. അങ്ങനെ ചെയ്യരുത്. 2 ഷീറ്റ് സെപ്പറേറ്റ് ആണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പേജ് 1 ഒരു പേജ് 2 എന്ന് പറയുന്നത് മറ്റൊരു പേജിലായിരിക്കണം. 1ാമത്തെ പേജിൻ്റെ മറുസൈഡിലായിരിക്കരുത്. കളർ വേണം നിർബന്ധമില്ല. കളറാണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. പ്രിൻ്റ് ഔട്ട് ഫോട്ടോ കളറാണല്ലോ, നമ്മൾ ആ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഒട്ടിക്കുന്നു, തമ്പ് ഇംപ്രഷൻ എടുക്കുന്നു, 2ാമത്തെ പേജിൽ വലിയ ഫോട്ടോ ഒട്ടിക്കുന്നു, മറ്റൊരു ഫോട്ടോഗ്രാഫ് ചെറിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ അറ്റൻഡ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ മൊത്തം 3 ഫോട്ടോയാണ് നമുക്ക് വേണ്ടത്. 2 പാസ്പോർട്ട് സൈസും 1 പോസ്റ്റ് കാർഡും. അതുമായിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ വാലിഡ് ID പ്രൂഫിന് നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആധാർ എൻറോൾമെൻറ്റ് ഫോം, പാസ്പോർട്ട്, പാൻ കാർഡ്, +2ൻ്റെ ഹോൾ ടിക്കറ്റ്, ഏത് വേണമെങ്കിലും നമുക്ക് വാലിഡ് ID പ്രൂഫായിട്ട് കൊണ്ടുപോകാം. ഒറിജിനൽ ആയിരിക്കണം കൊണ്ടുപോകേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നീറ്റിന് അപ്ലൈ ചെയ്ത പോലത്തെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പുതിയ ഫോട്ടോ അങ്ങനെ ആയിരിക്കണമെന്ന് മാത്രം. അതൊക്കെ നമുക്ക് ഇപ്പോഴേ തയ്യാറാക്കി വെക്കുകയും ചെയ്യാം. ഡ്രസ് കോഡ് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ഹാഫ് സ്ലീവ് ആയിട്ടുള്ള, ഹാർഡായിട്ടാകാത്ത, ടെക്സ്റ്റ് ഒന്നും പ്രിൻ്റ് ചെയ്യാത്ത, യാതൊരുവിധ മെറ്റലുകളും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉറപ്പ് വരുത്തുന്ന, നമ്മുടെ ഷൂ ഇല്ലാത്ത, ഹൈ ഹീൽ ചപ്പലല്ലാത്ത, നമ്മൾ ഏറ്റവും സ്മാർട്ടായിട്ട് നമുക്ക് നോർമൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമുക്ക് പോകാം. യാതൊരു കുഴപ്പവുമില്ല. അപ്പം അങ്ങനെ വേണം നമ്മൾ എക്സാം ഹാളിൽ ഒരു 12 മണി 12:30-ക്കെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. സാർ അതുപോലെ തന്നെ ഈ അഡ്മിറ്റ് കാർഡ് നമുക്കൊരിക്കലും എക്സാം ഹാളിൽ നമ്മൾ കൊടുത്തിട്ട് തന്നെ പോരണം, തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇൻ കേസ് അങ്ങനെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥികൾ കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ എക്സാം ഹാളിൽ എന്തെങ്കിലും ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കൊണ്ടുവരേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പ്രതിവിധി? ഇത് യാതൊരു കുഴപ്പവുമില്ല. കാരണം നമുക്കറിയാം നീറ്റ് എക്സാം ഈ അഡ്മിറ്റ് കാർഡ് ആരാണ് പരീക്ഷ എഴുതുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് നീറ്റ് എക്സാം ഹാളിൽ തന്നെ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ ബുക്കിലിട്ട് മാത്രമേ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ ചില എക്സാം സൂപ്പർവൈസേഴ്സിന് അത് അറിയില്ലാത്തതുകൊണ്ട് ഹോൾ ടിക്കറ്റ് അവർ കൊടുത്തുവിടും. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊന്നും കുട്ടിയുടെ റിസൾട്ടിനെ ഒരു കാരണവശാലും ബാധിക്കില്ല. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്,
നമുക്ക് സമയം ചിലപ്പോൾ താമസിച്ചു പോയേക്കാം, മറ്റു ഇഷ്യൂകൾ ഉണ്ടായേക്കാം, സൂപ്പർവൈസേഴ്സ് മറ്റാരോടെങ്കിലും ഒക്കെ വഴക്ക് പറഞ്ഞേക്കാം. അതൊന്നും നമ്മളെ ബാധിക്കില്ല. കാരണം നമുക്ക് നമ്മുടെ OMRൽ 180 ബബിൾസ്, അത് മാത്രമാണ് നമ്മുടെ നീറ്റ് 2024 റിസൾട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊന്നിനും അവിടെ ഒരു ഇഷ്യൂ നടന്നാൽ പോലും എന്ത് നടന്നു കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ അവിടെ ബിഹേവ് ചെയ്യാനായിട്ട്. നമ്മളുടെയാണ് നീറ്റ് എക്സാം, ഇത് നമ്മളുടെ സ്വപ്നമാണ്, നമ്മളുടെ പ്രയത്നമാണ്, നമ്മുടെ രക്ഷിതാക്കളുടെ സ്വപ്നമാണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നമ്മൾ കാണിച്ചേ മതിയാകും. അപ്പോൾ നീറ്റ് എക്സാമിന് ഏകദേശം 13 ദിവസങ്ങൾ മാത്രമേ ഇനിയുള്ളൂ. അപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തോടനുബന്ധിച്ച് എക്സാം ഹാളിൽ എങ്ങനെ ഒരു കുട്ടി ബിഹേവ് ചെയ്യണം, ആൻഡ് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം, ആൻഡ് മാതാപിതാക്കൾ എത്ര കൃത്യമായിട്ടായിരിക്കണം കുട്ടികളെ ഗൈഡ് ചെയ്യാൻ, ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികളെ എങ്ങനെ ഒരു പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ സപ്പോർട്ട് ഉണ്ടാവണം എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ വളരെ ലളിതമായിട്ട് ശിവൻ സാർ നമ്മളോട് പറഞ്ഞു തന്നു. അപ്പോൾ ഇനി വരുന്ന ആഴ്ചകളുമൊക്കെ ആഴ്ചയിൽ അഡ്മിറ്റ് കാർഡ് വരികയാണ്. അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസുമായിട്ടായിരിക്കും നമ്മൾ അടുത്ത ആഴ്ച വരുന്നത്. യെസ്, അപ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസുമായി ഏറ്റവും ആധികാരികമായി ശിവൻ സാർ നമ്മോട് എല്ലാവരും സംവദിക്കാം. സോ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.